TLB's ബയോളജി ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. +1 സുവോളജി ഹ്യൂമൻ ഫിസിയോളജി എന്ന യൂണിറ്റിലെ ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് എന്ന ചാപ്റ്ററിലെ രണ്ടാമത്തെ ഭാഗം വീഡിയോയാണിത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നമ്മുടെ റെസ്പിറേറ്ററി ഓർഗൻ ലങ്സും അതിൻ്റെ അനുബന്ധ ഭാഗങ്ങളുടെയും പേരുകളും ഫങ്ഷൻസും ഒക്കെ നമ്മൾ മനസ്സിലാക്കി. ഇന്ന് നമുക്ക് ആദ്യമായിട്ട് മെക്കാനിസം ഓഫ് ബ്രീത്തിങ് എന്ന ടോപ്പിക്കിലേക്ക് കടക്കാം. നമ്മുടെ ബ്രീത്തിങ് പ്രോസസ്സ്, നമ്മുടെ ശ്വാസം അകത്തേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന പ്രോസസ്സ്. ആ പ്രോസസ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്? പ്രധാനമായിട്ട് നമുക്ക് ആ പ്രോസസ്സിനെ 2 സ്റ്റേജസ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഇൻസ്പിറേഷൻ എന്നൊരു സ്റ്റെപ്പ്, ഡ്യൂറിങ് വിച്ച് അറ്റ്മോസ്ഫിയറിക് എയർ ഈസ് ഡ്രോൺ ഇൻ. ശ്വാസം അകത്തേക്ക് എടുക്കുന്ന പ്രോസസ്സാണ് ഇൻസ്പിറേഷൻ. അതുപോലെ ശ്വാസം പുറത്തേക്ക് വിടുന്ന പ്രോസസ്സാണ് എക്സ്പിറേഷൻ. ഇൻസ്പിറേഷൻ ഡ്യൂറിങ് വിച്ച് അറ്റ്മോസ്ഫിയറിക് എയർ ഈസ് ഡ്രോൺ ഇൻ ആൻഡ് എക്സ്പിറേഷൻ ബൈ വിച്ച് ദ ആൽവിയോളാർ എയർ ഈസ് റിലീസ്ഡ് ഔട്ട്. ഓരോ സ്റ്റെപ്പിലും എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ രീതിയിലാണ് എയർ അകത്തേക്ക് കടക്കാനും പുറത്തേക്ക് പോകാനും നമ്മുടെ ശരീരത്തിൻ്റെ സംവിധാനങ്ങൾ എന്നതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഇൻസ്പിറേഷനിൽ എന്തൊക്കെ നടക്കുന്നു? ഡയഫ്രം കോൺട്രാക്ട്സ്. നേരത്തെ മനസ്സിലാക്കിയ ഒരു പേരാണ് ഡയഫ്രം, അല്ലേ? ബോഡിയുടെ മുകളിലുള്ള ക്യാവിറ്റിയെ നമ്മൾ തൊറാസിക് ക്യാവിറ്റി എന്ന് വിളിക്കും. വയറിൻ്റെ ഭാഗത്ത് വരുന്ന ക്യാവിറ്റിയെ നമ്മൾ അബ്ഡോമിനൽ ക്യാവിറ്റി എന്ന് വിളിക്കും. ഇപ്പോൾ തൊറാസിക് ക്യാവിറ്റിക്കും അബ്ഡോമിനൽ ക്യാവിറ്റിക്കും ഇടയിൽ രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് കാണുന്ന ഒരു മെംബ്രെയിനാണ് ഡയഫ്രം. ഈ ഡയഫ്രം സാധാരണ ഈ രീതിയിൽ ഒരു ഡോം ഷേപ്പിൽ ഇങ്ങനെ വില്ല് പോലെ ഇങ്ങനെ വളഞ്ഞാണ് കാണുന്നത് റെസ്റ്റിംഗ് സ്റ്റേജിൽ. അത് കോൺട്രാക്റ്റ് ചെയ്യുന്നു. കോൺട്രാക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അർത്ഥം ഈ വളഞ്ഞിരിക്കുന്ന സാധനം നിവർന്നു വരിക എന്നുള്ളതാണ്. ഈ രീതിയിൽ റായുടെ ഷേപ്പിലിരിക്കുന്ന ഈ സാധനം അത് ചുരുങ്ങുമ്പോൾ, കോൺട്രാക്റ്റ് ചെയ്യുമ്പോൾ അത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് മാറും. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് മാറുക എന്ന് പറഞ്ഞാൽ ഇവിടെ വോളിയം ഇൻക്രീസ് ചെയ്യുമെന്നുള്ളതാണ്. വോളിയം ഓഫ് തൊറാസിക് ചേംബർ ഇൻക്രീസസ് ഇൻ ആൻറ്റീരിയോ പോസ്റ്റീരിയർ ആക്സിസ്. അപ്പോൾ ആൻറ്റീരിയർ സൈഡ് എന്ന് പറഞ്ഞാൽ മുകൾ വശം, പോസ്റ്റീരിയർ സൈഡ് എന്ന് പറഞ്ഞാൽ കീഴ്വശം. അപ്പോൾ ഈ രീതിയിൽ ആൻറ്റീരിയോ പോസ്റ്റീരിയർ ഡയറക്ഷനിൽ എന്ത് ചെയ്യും? ഇവിടുത്തെ തൊറാസിക് ചേംബറിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഡയഫ്രം കോൺട്രാക്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? വോളിയം ഇൻക്രീസ് ചെയ്യും. ഏത് ഡയറക്ഷനിൽ വോളിയം ഇൻക്രീസ് ചെയ്യും? ആൻറ്റീരിയോ പോസ്റ്റീരിയർ ആക്സിസിൽ വോളിയം ഇൻക്രീസ് ചെയ്യും. ഇനി നമുക്കറിയാവുന്ന ഒരു വസ്തുതയാണ്, ഇവിടെ നമ്മുടെ ഈ തൊറാസിക് ക്യാവിറ്റിയെ പുറമേ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് കാണുന്ന ഒരു കേജ് ഉണ്ട്, ഒരു റിബ് കേജ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നമ്മുടെ വാരിയെല്ലുകൾ ഉൾപ്പെടുന്ന നെഞ്ചിൻ കൂട് എന്ന് നമ്മൾ പറയുന്ന ഭാഗം, ആ ഭാഗമാണ് ശരിക്കും നമ്മുടെ ലങ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഭാഗം. റിബ്സ് അഥവാ വാരിയെല്ല്, അതിനെ പരസ്പരം കണക്ട് ചെയ്യുന്ന മസിൽസ് ഉണ്ട്. ഇതിനെ റിബ്സിനെ പരസ്പരം കണക്ട് ചെയ്യുന്ന മസിൽസിനെ ഇന്റർകോസ്റ്റൽ മസിൽസ് എന്നാണ് വിളിക്കുക. എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസ്. ഈ മസിൽസ് കോൺട്രാക്ട് ചെയ്യും. ഈ മസിൽസ് കോൺട്രാക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ദ റിബ്സ് ആൻഡ് സ്റ്റേണം റൈസ്ഡ്. വാരിയെല്ലും ഈ പറയുന്ന നടുക്ക് കാണുന്ന ഒരു ബോണുണ്ട്, ഈ ബോണിനെ വിളിക്കുന്ന പേരാണ് സ്റ്റേണം. അപ്പോൾ സ്റ്റേണവും റിബ്സും ഈ മസിൽസ് കോൺട്രാക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് സൈഡിലേക്ക് അങ്ങ് തള്ളും. ദ റിബ്സ് ആൻഡ് സ്റ്റേണം റൈസ്ഡ്. അപ്പം അങ്ങനെ വരുമ്പോൾ വോളിയം ഓഫ് തൊറാസിക് ചേംബർ ഇൻക്രീസസ് ഇൻ ഡോർസോ വെൻട്രൽ ആക്സിസ്. ഇപ്പോൾ ഡോർസൽ സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറുക്കിൻ്റെ സൈഡാണ്, നടുവിൻ്റെ സൈഡിനാണ് ഡോർസൽ സൈഡ് എന്ന് പറയുന്നത്. നെഞ്ചിൻ്റെ മുൻഭാഗത്തെയാണ് വെൻട്രൽ സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഡോർസോ വെൻട്രൽ ആക്സിസിൽ, ഈ ആക്സിസിൽ വോളിയം, തൊറാസിക് ചേംബറിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യും. നേരത്തെ ഡയഫ്രം കോൺട്രാക്ട് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? ആൻറ്റീരിയോ പോസ്റ്റീരിയർ ആക്സിസിൽ വോളിയം ഇൻക്രീസ് ചെയ്തു. ഇനി ഇവിടെ ഇന്റർകോസ്റ്റൽ മസിൽസ് കോൺട്രാക്ട് ചെയ്തപ്പോൾ ഏത് ഡയറക്ഷനിൽ വോളിയം ഇൻക്രീസ് ചെയ്തു? ഡോർസോ വെൻട്രൽ ആക്സിസിൽ വോളിയം ഇൻക്രീസ് ചെയ്തു. അങ്ങനെ മൊത്തത്തിൽ ലങ്സിനകത്തുള്ള വോളിയം ഇൻക്രീസ് ആകുന്നു. ആ വോളിയത്തിനെ വിളിക്കുന്ന പേരാണ് പൾമനറി വോളിയം.
അപ്പോൾ ടോട്ടലി പൾമനറി വോളിയം ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ വോളിയം ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്കറിയാവുന്നതാണ് പ്രഷർ, വോളിയവും പ്രഷറും തമ്മിലുള്ള ആ ഒരു ബന്ധം. അപ്പോൾ ഇവിടെ ഒരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് ഇതാ ഇവിടെ ലങ്സിൻ്റെ വർക്കിങ്ങിൻ്റെ ഒന്ന് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ കൊച്ചു ക്ലാസ്സുകളിലൊക്കെ ഇതുപോലത്തെ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഇവിടെ ഈ ഒരു കുപ്പിയുടെ അടിവശത്തായിട്ടൊരു ബലൂൺ കൊണ്ട് ഇങ്ങനെ കവർ ചെയ്തിരിക്കുന്നു. ഇതിനകത്ത് ലങ്സിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് 2 ബലൂണുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഒന്ന് എയർ ടൈറ്റ് ആക്കി വെക്കുന്നു. എന്നിട്ട് നമ്മൾ ഈ താഴെയുള്ള ബലൂണിനെ താഴേക്ക് പിടിച്ച് വലിക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെ വലിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇതിനകത്തുള്ള വോളിയം ഇൻക്രീസ് ചെയ്യും. വോളിയം ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രഷർ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. വോളിയവും പ്രഷറും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ഒന്ന് കൂടുമ്പോൾ മറ്റത് കുറയും. വോളിയം ഇൻക്രീസ് ചെയ്യുന്നു, അപ്പോൾ പ്രഷർ ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും വാട്ട് വിൽ ഹാപ്പൻ? അറ്റ്മോസ്ഫിയറിക് എയറിനൊരു പ്രഷറുണ്ട്, അറിയാം. അറ്റ്മോസ്ഫിയറിക് എയറിൻ്റെ പ്രഷറിനേക്കാളും പ്രഷർ ഇതിനകത്ത് കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് എയർ എന്ത് ചെയ്യും? അകത്തേക്ക് കടക്കും. ഇൻട്രാ പൾമനറി പ്രഷർ ബിക്കംസ് ലെസ് ദാൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അകത്തുള്ള പ്രഷർ പുറത്തുള്ള പ്രഷറിനേക്കാളും കുറയും. സോ വാട്ട് വിൽ ഹാപ്പൻ? എയർ ഫ്രം ഔട്ട്സൈഡ് മൂവ് ഇൻ ടു ദ ലങ്സ്. അപ്പോൾ ഈ രീതിയിൽ ഇത്രയും കാര്യങ്ങൾ ഇൻസ്പിറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുമ്പോൾ സംഭവിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്നു? ഡയഫ്രം കോൺട്രാക്ട് ചെയ്യുമ്പോൾ ആൻറ്റീരിയോ പോസ്റ്റീരിയർ ആക്സിസിൽ വോളിയം ഇൻക്രീസ് ചെയ്യുന്നു. ഇവിടെ ഇന്റർകോസ്റ്റൽ മസിൽസ് കോൺട്രാക്ട് ചെയ്യുമ്പോൾ ഡോർസോ വെൻട്രൽ ആക്സിസിൽ വോളിയം ഇൻക്രീസ് ചെയ്യുന്നു. മൊത്തത്തിൽ എന്ത് ചെയ്യുന്നു? പൾമനറി വോളിയം ഇൻക്രീസ് ചെയ്യുന്നു. പൾമനറി വോളിയം ഇൻക്രീസ് ചെയ്യുമ്പോൾ പൾമനറി പ്രഷർ ഡിക്രീസ് ചെയ്യുന്നു. സോ എയർ ഫ്രം ഔട്ട്സൈഡ് മൂവ് ഇൻ ടു ദ ലങ്സ്. Diaphragm contracts, volume of thoracic chambers increases in anterior posterior axis, external intercostal muscles contracts, the ribs and sternum raised, volume of thoracic chamber increases in dorsoventral axis, pulmonary volume increases, intrapulmonary pressure becomes less than atmospheric pressure, air from outside move into the lungs. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇൻസ്പിറേഷൻ എന്ന പ്രോസസ്സിൽ സംഭവിക്കുന്നു. ഇനി എക്സ്പിറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലോ ഡയഫ്രം ആൻഡ് ഇന്റർകോസ്റ്റൽ മസിൽസ് റിലാക്സ്. നേരത്തെ കോൺട്രാക്ട് ചെയ്തിരുന്ന ഡയഫ്രവും ഇന്റർകോസ്റ്റൽ മസിൽസും എന്ത് ചെയ്യുന്നു? റിലാക്സ് ചെയ്യുന്നു. നേരത്തെ സംഭവിച്ചതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. തൊറാസിക് ആൻഡ് പൾമനറി വോളിയം ഡിക്രീസസ്. അതിൻ്റെ ഫലമായിട്ട് തൊറാസിക് ക്യാവിറ്റിക്കകത്തുള്ള വോളിയവും പൾമനറി വോളിയവും ലങ്സിനകത്തുള്ള വോളിയവും കുറയുന്നു. അപ്പോൾ വോളിയം കുറയുമ്പോൾ പ്രഷർ എന്ത് ചെയ്യും? പ്രഷർ ഇൻക്രീസസ്. ഇൻട്രാ പൾമനറി പ്രഷർ ഇൻക്രീസസ്. അകത്തുള്ള പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നു. എബവ് ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാളും അകത്തുള്ള പ്രഷർ കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും എയർ എന്ത് ചെയ്യുന്നു? അകത്തു നിന്നും പുറത്തേക്ക് പോകുന്നു. ഇപ്പോൾ മെക്കാനിസം ഓഫ് ബ്രീത്തിങ്ങിൽ 2 സ്റ്റെപ്പാണ്. ഇൻസ്പിറേഷനും ഉണ്ട്, എക്സ്പിറേഷനും ഉണ്ട്. ഇപ്പോൾ ഇൻസ്പിറേഷൻ പ്രോസസ്സിൽ ഡയഫ്രം കോൺട്രാക്ട് ചെയ്യുന്നു, റിബ്സ് ആൻഡ് സ്റ്റേർണം റേസ്ഡ്, വോളിയം ഓഫ് തൊറാക്സ് ഇൻക്രീസ്ഡ്. സോ എയർ എൻറ്ററിങ് ലങ്സ്. എക്സ്പിറേഷനിൽ ഡയഫ്രം റിലാക്സ്ഡ് ആൻഡ് ആർച്ച്ഡ് അപ്വേർഡ്സ്. ഇപ്പോൾ ഡയഫ്രം റിലാക്സ് ചെയ്യുമ്പോൾ അത് റാ ഷേപ്പിലേക്ക് മാറും. റിബ്സ് ആൻഡ് സ്റ്റേർണം റിട്ടേൺഡ് ടു ഒറിജിനൽ പൊസിഷൻ. ഒറിജിനൽ പൊസിഷനിലേക്ക് എത്തുന്നു. വോളിയം ഓഫ് തൊറാക്സ് ഡിക്രീസ്ഡ്. തൊറാക്സിൻ്റെ വോളിയം ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ വോളിയം ഡിക്രീസ് ചെയ്യുമ്പോൾ പ്രഷർ ഇൻക്രീസ് ചെയ്യും. സോ എയർ എക്സ്പെൽഡ് ഫ്രം ലങ്സ്. ലങ്സിൽ നിന്നും എയർ പുറത്തേക്ക് പോകുന്നു. അപ്പോൾ ഇത്രയും ഒരു ആക്ടിവിറ്റീസ് നമ്മുടെ തൊറാസിക് ക്യാവിറ്റിക്കകത്ത് നടക്കുന്നത് കൊണ്ടാണ് നമുക്ക് നോർമലായിട്ട് ഒരു ഇൻസ്പിറേഷൻ പ്രോസസ്സും ശ്വാസം അകത്തേക്ക് എടുക്കുന്ന പ്രോസസ്സും പുറത്തേക്ക് വിടുന്ന പ്രോസസ്സും നോർമലായിട്ട് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുന്നത്. ഇനി റേറ്റ് ഓഫ് ബ്രീത്തിങ്ങിനെ കുറിച്ച് പറയാം. സാധാരണ റെസ്റ്റിംഗ് സ്റ്റേജിൽ ഇരിക്കുന്ന ഒരാൾ 1 മിനിറ്റിൽ എത്ര പ്രാവശ്യം ശ്വാസോച്ഛ്വാസം ചെയ്യും? ഓൺ ആൻ ആവറേജ് എ ഹെൽത്തി ഹ്യൂമൻ ബ്രീത്സ് 12 to 16 ടൈംസ് പെർ മിനിറ്റ്. 1 മിനിറ്റിൽ 12 മുതൽ 16 പ്രാവശ്യമാണ് റെസ്റ്റിംഗ് സ്റ്റേജിലിരിക്കുന്ന ഒരാൾ ഇൻഹെയിലും എക്സ്ഹെയിലും ചെയ്യുന്ന അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. നമ്മൾ എക്സസൈസ് ചെയ്യുകയോ അതുപോലെ തന്നെ ടെൻഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബോഡിയെ ബാധിക്കുന്ന മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ റേറ്റ് ഓഫ് ബ്രീത്തിങ് കൂടുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാം.
ഇത് മെഷർ ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേരാണ് സ്പൈറോമീറ്റർ. എത്രത്തോളം എയർ ഇൻഹെയിൽ ചെയ്യുന്നുണ്ട്, എക്സെയിൽ ചെയ്യുന്നുണ്ട് എന്നതിനെ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് സ്പൈറോമീറ്റർ. The volume of air involved in breathing movements can be estimated by using a spirometer, which helps in clinical assessment of pulmonary functions. പൾമനറി ഫങ്ഷൻസിൻ്റെ ആരോഗ്യപരമായിട്ടുള്ള പരിശോധനകൾക്കും മറ്റുമൊക്കെ സ്പൈറോമീറ്റർ ഉപയോഗിക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് റെസ്പിറേറ്ററി വോളിയംസ് ആൻഡ് കപ്പാസിറ്റീസ് എന്ന ടോപ്പിക്കിലേക്ക് വരാം. റെസ്പിറേറ്ററി വോളിയംസിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പ്രധാനമായിട്ട് 4 വോളിയംസ് ആണ് മനസ്സിലാക്കുവാനുള്ളത്. അതായത് ടൈഡൽ വോളിയം, ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം, എക്സ്പിറേറ്ററി റിസർവ് വോളിയം, റെസിഡ്യുവൽ വോളിയം. നോർമലായിട്ട് നമ്മൾ റെസ്റ്റിംഗ് സ്റ്റേജിലിരിക്കുമ്പോൾ നമ്മൾ ശ്വാസോച്ഛ്വാസം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് എന്ത് അളവിൽ എത്ര വോളിയം എയറാണ് നമ്മുടെ ലങ്സിനകത്തേക്ക് കടക്കുന്നത്, എത്ര വോളിയം എയറാണ് പുറത്തേക്ക് പോകുന്നത് എന്നതിനെയാണ് നമ്മൾ ടൈഡൽ വോളിയം എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റെസ്റ്റിംഗ് സ്റ്റേജിലിരിക്കുന്ന ഒരാളിൽ എത്ര എയർ അകത്തേക്ക് കടക്കുന്നു, എത്ര എയർ പുറത്തേക്ക് പോകുന്നു. നോർമലായിട്ട് ശ്വാസോച്ഛ്വാസം ചെയ്യുന്ന ആളിൽ കടക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന എയറിൻ്റെ അളവ്, ക്വാണ്ടിറ്റി, വോളിയം, അതാണ് ടൈഡൽ വോളിയം എന്ന് വിളിക്കുന്നത്. ഇനി നമ്മൾ റെസ്റ്റിംഗ് സ്റ്റേജിലിരിക്കുന്ന ആളിന് തന്നെ ശക്തിയായിട്ട് ശ്വാസം അകത്തേക്ക് എടുക്കാൻ പറ്റും അല്ലേ? നമ്മളൊന്ന് ശ്വാസം ഒന്ന് ബലം കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഒന്ന് നമ്മൾ അകത്തേക്ക് വലിച്ചെടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്തളവിൽ എയർ അകത്തേക്ക് കയറുന്നു, എത്ര അളവ്, നമ്മുടെ ലങ്സിനെ നമുക്കൊരു ബലൂണായിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ ഒരു ബലൂണിനെ നമുക്ക് എത്രത്തോളം ഊതി വീർപ്പിക്കാൻ പറ്റും, ആ അളവ് എയർ, ആ അളവിനെയാണ് നമ്മൾ ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം എന്ന ടേം കൊണ്ട് വിശേഷിപ്പിക്കുന്നത്. ഇനി അതുപോലെ തന്നെ നമുക്ക് റെസ്റ്റിംഗ് സ്റ്റേജിൽ ശ്വാസോച്ഛ്വാസം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളിന് ശക്തിയായിട്ട് വയറിനെയൊക്കെ ഒന്ന് അകത്തേക്കൊന്ന് അമർത്തിക്കൊണ്ട് കുറേ എയറിൻ്റെ പുറത്തേക്ക് വിടാൻ പറ്റും. ആ എയറിൻ്റെ അളവിനെയാണ് എക്സ്പിറേറ്ററി റിസർവ് വോളിയം എന്ന ടേം കൊണ്ട് വിശേഷിപ്പിക്കുന്നത്. ഇനി നമ്മൾ ബലം കൊടുത്തുകൊണ്ട് എയറിനെ പുറത്തേക്ക് വിടാൻ നോക്കിയാലും ലങ്സിൽ അവശേഷിക്കുന്ന കുറച്ച് എയർ ഉണ്ടാവും, നമുക്ക് പുറത്തേക്ക് വിടാൻ സാധിക്കില്ല. ആ എയറിൻ്റെ വോളിയത്തിനെ വിളിക്കുന്ന പേരാണ് റെസിഡ്യുവൽ വോളിയം. ഇപ്പോൾ 4 വോളിയംസ് ഉണ്ട്, നമുക്ക് ഓരോന്നായിട്ടൊന്ന് നോക്കാം. ഫസ്റ്റിൽ ടൈഡൽ വോളിയം. ഇപ്പോൾ ടൈഡൽ വോളിയത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി നോക്കിക്കേ. അതിന് ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നമ്മൾ നടത്തുകയാണെങ്കിൽ ആ വോളിയത്തിൻ്റെ നോർമൽ റെസ്റ്റിംഗ് സ്റ്റേജിലിരിക്കുന്ന ആൾ എത്രത്തോളം എയർ അകത്തേക്ക് എടുക്കുന്നു, പുറത്തേക്ക് വിടുന്നു എന്നതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നോക്കുകയാണെങ്കിൽ അത് ഈ ഒരു ഗ്രാഫായിരിക്കും, ഈ ഒരു പീക്കായിരിക്കും. ഇത് അകത്തേക്ക് എടുക്കുന്നത്, പുറത്തേക്ക് വിടുന്നത്, ഈ ഒരു പീക്കായിരിക്കും. അപ്പോൾ ആ ഒരു പീക്കിനെ വിളിക്കുന്ന പേരാണ് ടൈഡൽ വോളിയം. അത് എമൗണ്ട് എത്രയുണ്ട്? ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 500 ml, 500 ml ആണ് ടൈഡൽ വോളിയം, അഥവാ TV എന്ന ഷോർട്ട് ഫോമിൽ നമ്മൾ പറയുന്നു. 500 ml ആണ്. ഇനി റെസ്റ്റിംഗ് സ്റ്റേജിൽ ഇരിക്കുന്ന ആൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചു, ഒന്ന് ശക്തിയായിട്ടൊന്ന് ശ്വാസം എടുക്കുകയാണെങ്കിൽ ആ ഒരു ഗ്രാഫ് നോക്കിക്കിയതാ ഇങ്ങനെ പോവുകയാണ്. നോർമലായിട്ട് 500 ml അകത്തേക്ക് എടുത്തുകൊണ്ടിരുന്ന ആൾ അടുത്ത് എന്ത് ചെയ്യുന്നു, ശക്തിയായിട്ട് ശ്വാസം അകത്തേക്ക് എടുത്തപ്പോൾ 2500 മുതൽ 3000 ml വരെ എയറിനെ അകത്തേക്ക് കയറ്റാൻ പറ്റി. അതായത് നമ്മുടെ ലങ്സിനെ ഒരു ബലൂണായിട്ട് നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ ആ ബലൂണിൽ എത്ര എയർ കൊള്ളും, ശക്തിയായിട്ട് നമ്മൾ ശ്വാസം അകത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എത്ര എയറിനെ കൂടെ നമുക്ക് അഡീഷണലായിട്ട് ആ ബലൂണിനകത്തേക്ക് കയറ്റാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ ഒരു ഫിഗറാണ്. 2500 ml അല്ലെങ്കിൽ 2.5 ലിറ്റർ മുതൽ 3 ലിറ്റർ വരെ, 2500 ml to 3000 ml. ആ ഒരു വോളിയത്തിനെ വിളിക്കുന്ന ടേമാണ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. ഫോഴ്സ് കൊടുത്തുകൊണ്ട് നമുക്ക് അകത്തേക്ക് എടുക്കാൻ പറ്റുന്ന എയറിൻ്റെ അളവാണ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. ഇനി അതുപോലെ നേരത്തെ സൂചിപ്പിച്ചു, നമുക്ക് റെസ്റ്റിംഗ് സ്റ്റേജിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് വയറ്റിലൊക്കെ ഒന്ന് ബലം കൊടുത്തുകൊണ്ട് വയറിലെ മസിൽസിനെയൊക്കെ നമുക്ക് അകത്തേക്കൊന്ന് സ്ട്രെച്ച് ചെയ്തുകൊണ്ട് നമുക്ക് കുറേ എയറിനെ നമുക്ക് പുറത്തേക്ക് വിടാൻ പറ്റും. ആ എയറിൻ്റെ അളവാണ് എക്സ്പിറേറ്ററി റിസർവ് വോളിയം. അപ്പം അങ്ങനെ പുറത്തേക്ക് വിടുന്ന എയറെന്ന് മെഷർ ചെയ്ത് നോക്കിയാൽ എന്ത് ക്വാണ്ടിറ്റി ഉണ്ടാവും? 1000 ml to 1100 ml.
1 ലിറ്റർ മുതൽ 1 ലിറ്ററും 100 ml വരെ. ആ ക്വാണ്ടിറ്റി ഓഫ് എയർ അതിനെ വിളിക്കുന്ന പേരാണ് എക്സ്പിറേറ്ററി റിസർവ് വോളിയം. ഷോർട്ട് ഫോമിൽ നമുക്ക് ERV എന്ന് വിശേഷിപ്പിക്കാം. ഇനി എത്ര നമ്മൾ ഫോഴ്സ് കൊടുത്താലും പുറത്തേക്ക് വിടാൻ പറ്റാത്ത കുറച്ച് എയർ ലങ്സിൽ എപ്പോഴും അവശേഷിക്കുമെന്ന് പറഞ്ഞു. നമുക്ക് വോളണ്ടറി ആയിട്ട് നമുക്ക് ആ എയറിനെ നമുക്ക് പുറത്തേക്ക് കളയാൻ പറ്റില്ല. ആ എയറിൻ്റെ ക്വാണ്ടിറ്റി ഒന്ന് മെഷർ ചെയ്ത് നോക്കിയാൽ ദാറ്റ് ഈസ് 1100 ml to 1200 ml വരെ ഉണ്ടാകും. ആ ക്വാണ്ടിറ്റിയെ വിളിക്കുന്ന പേരാണ് റെസിഡ്യുവൽ വോളിയം. 4 വോളിയം പറഞ്ഞു. ടൈഡൽ വോളിയം എന്ന് പറഞ്ഞാൽ നോർമലായിട്ട് ഇൻസ്പയർ ചെയ്യുന്ന എക്സ്പയർ ചെയ്യുന്ന എയറിൻ്റെ അളവ്, ദാറ്റ് ഈസ് 500 ml. ഇനി ഫോഴ്സ്ഫുള്ളി നമ്മൾ ഇൻസ്പയർ ചെയ്യുന്ന ശക്തിയായിട്ട് അകത്തേക്ക് എടുക്കുന്ന എയറിൻ്റെ അളവ്, ദാറ്റ് ഈസ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം, ദാറ്റ് ഈസ് 2500 ml to 3000 ml. ഇനി ഫോഴ്സ് കൊടുത്തുകൊണ്ട് നമ്മൾ പുറത്തേക്ക് വിടുന്ന എയറിൻ്റെ അളവ്, ദാറ്റ് ഈസ് എക്സ്പിറേറ്ററി റിസർവ് വോളിയം, 1000 ml to 1100 ml. ഇനി എത്ര ഫോഴ്സ് കൊടുത്താലും നമുക്ക് ലങ്സിൽ നിന്നും പുറത്തേക്ക് കളയാൻ പറ്റാത്ത കുറേ എയർ ലങ്സിൽ അവശേഷിക്കും, ദാറ്റ് ഈസ് റെസിഡ്യുവൽ വോളിയം, ദാറ്റ് ഈസ് 1100 ml to 1200 ml. അപ്പം നമ്മുടെ ലങ്സിൽ ഇത്രയും വോളിയം എയർ നമുക്ക് അകത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പം നോർമലായിട്ട് അവശേഷിക്കുന്ന എത്ര ഫോഴ്സ് കൊടുത്താലും പുറത്ത് കളയാൻ പറ്റാത്ത എയറാണ് ഈ കാണുന്ന അളവ്, റെസിഡ്യുവൽ വോളിയം. ഇനി നമുക്ക് ശക്തിയായിട്ട് ശ്വാസം പുറത്തേക്ക് വിട്ടാൽ നമുക്ക് കളയാൻ പറ്റുന്ന എയറാണ് ERV, എക്സ്പിറേറ്ററി റിസർവ് വോളിയം. ഇനി നമുക്ക് നോർമലായിട്ട് ശ്വസിക്കുന്ന ഇൻസ്പയർ ചെയ്യുന്ന എക്സ്പയർ ചെയ്യുന്ന വോളിയമാണ് TV, ടൈഡൽ വോളിയം. ഇനി ഫോഴ്സ് കൊടുത്തുകൊണ്ട് നമുക്ക് അകത്തേക്ക് എടുക്കാൻ പറ്റുന്ന എയറാണ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. അപ്പോൾ ലങ്സിൻ്റെ മൊത്തം വോളിയം എന്ന് പറയുന്നത് ഈ 4 വോളിയവും കൂടെ ചേരുന്നതാണ് ലങ്സിൻ്റെ വോളിയം. റെസിഡ്യുവൽ വോളിയം, എക്സ്പിറേറ്ററി റിസർവ് വോളിയം, ടൈഡൽ വോളിയം, ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. അപ്പോൾ ഇത്രയും വോളിയം എയർ നമ്മുടെ ലങ്സിനകത്ത് നമുക്ക് കയറ്റാൻ സാധിക്കും. Volume of air inspired or expired during a normal respiration is known as tidal volume. It is approximately 500 ml. That is, a healthy man can inspire or expire approximately 6000 to 8000 ml of air per minute. നേരത്തെ മനസ്സിലാക്കിയതാണ് അല്ലേ, 12 to 16 ടൈംസ് ആണ് ഒരു മിനിറ്റിൽ. അപ്പോൾ ഒരു മിനിറ്റിൽ 12 പ്രാവശ്യമാണെങ്കിൽ 12 into 500, ദാറ്റ് ഈസ് 6000 to അതുപോലെ തന്നെ 8000 ml എയർ പെർ മിനിറ്റ്. 6 ലിറ്റർ മുതൽ 8 ലിറ്റർ വരെ എയർ ആണ് നമുക്ക് നോർമലായിട്ട് ഒരാൾ ഇൻസ്പയർ ചെയ്യുന്നത് ഓർ എക്സ്പയർ ചെയ്യുന്നത് ഒരു മിനിറ്റിൽ. ഈ ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് പറഞ്ഞാൽ അഡീഷണൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ ബൈ എ ഫോഴ്സിബിൾ ഇൻസ്പിറേഷൻ. ഫോഴ്സ് കൊടുത്തുകൊണ്ട് അകത്തേക്ക് എടുക്കാൻ പറ്റുന്ന എയറിൻ്റെ അളവ്. ദിസ് ആവറേജസ് 2500 ml to 3000 ml. Expiratory reserve volume, additional volume of air a person can expire by a forcible expiration. This averages 1000 ml to 1100 ml. ഫോഴ്സ് കൊടുത്തുകൊണ്ട് നമുക്ക് പുറത്തേക്ക് വിടാൻ പറ്റുന്ന എയറിൻ്റെ അളവ്. ഇനി റെസിഡ്യുവൽ വോളിയം എന്ന് പറയുന്നത് വോളിയം ഓഫ് എയർ റിമൈനിങ് ഇൻ ദ ലങ്സ് ഈവൻ ആഫ്റ്റർ എ ഫോഴ്സിബിൾ എക്സ്പിറേഷൻ. ശക്തിയായിട്ട് ശ്വാസം പുറത്തേക്ക് വിട്ടതിന് ശേഷവും ലങ്സിൽ അവശേഷിക്കുന്ന എയറാണ് റെസിഡ്യുവൽ വോളിയം. ദിസ് ആവറേജസ് 1100 ml to 1200 ml. ഇത്രയുമാണ് വോളിയംസ് നമുക്ക് പഠിക്കുവാനുള്ളത്. ഇനി നമുക്ക് റെസ്പിറേറ്ററി കപ്പാസിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എന്താണ് റെസ്പിറേറ്ററി കപ്പാസിറ്റീസ്, ഏതൊക്കെയാണ്? പ്രധാനമായിട്ട് 4 കപ്പാസിറ്റീസ് നമുക്ക് പറയാം. ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി, ഓരോ ആളിൻ്റെയും എത്രത്തോളം എയർ അകത്തേക്ക് എടുക്കാൻ പറ്റും എന്നതിൻ്റെ കപ്പാസിറ്റി. ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി, എക്സ്പിറേറ്ററി കപ്പാസിറ്റി, ഫങ്ഷണൽ റെസിഡ്യുവൽ കപ്പാസിറ്റി, വൈറ്റൽ കപ്പാസിറ്റി. അങ്ങനെ 4 കപ്പാസിറ്റീസ് ഉണ്ട്. ആദ്യമായിട്ട് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി എന്താണെന്ന് നോക്കൂ. ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് നോർമലായിട്ടൊരാൾ ശ്വാസോച്ഛ്വാസം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എയറിൻ്റെ അളവെന്ന് പറയുന്നത്, വോളിയം എന്ന് പറയുന്നത് 500 ml ആണ്, ടൈഡൽ വോളിയമാണ്. ഇനി അയാൾ ഫോഴ്സ് കൊടുത്തുകൊണ്ട് അകത്തേക്ക് എയർ എടുക്കുമ്പോൾ ആ എയറിൻ്റെ വോളിയമാണ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. ഈ 2 വോളിയവും
കൂടെ ചേർക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ, ആ വാല്യൂവിനെയാണ് നമ്മൾ ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് വിളിക്കുന്നത്. ഏതൊക്കെയാണ്? TV പ്ലസ് IRV. IRV എന്ന് പറയുന്നത് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. അപ്പോൾ നിങ്ങളോട് പറയാണ് ശക്തിയായിട്ട് നിങ്ങളൊന്ന് ശ്വാസം അകത്തേക്ക് എടുക്കൂ എന്ന് പറയുകയാണ്. അപ്പം അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾ എത്ര എയർ അകത്തേക്ക് എടുത്തു എന്നതാണ് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി. നോർമലായിട്ട് എടുക്കുന്നത് ടൈഡൽ വോളിയവും അതേ പ്ലസ് ശക്തിയായിട്ട് അകത്തേക്ക് എടുക്കുക, ദാറ്റ് ഈസ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി. സോ ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി ഈസ് ടൈഡൽ വോളിയം പ്ലസ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. ഇനി നിങ്ങൾക്ക് എത്ര എയർ ഫോഴ്സ് കൊടുത്തുകൊണ്ട് പുറത്തേക്ക് വിടാൻ പറ്റും എന്നത് മെഷർ ചെയ്യണമെങ്കിൽ എന്തൊക്കെ മെഷർ ചെയ്യണം? ടൈഡൽ വോളിയം പ്ലസ് എക്സ്പിറേറ്ററി റിസർവ് വോളിയം. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്ന ഫിഗറാണ് എക്സ്പിറേറ്ററി കപ്പാസിറ്റി, ദാറ്റ് ഈസ് TV പ്ലസ് ERV. ഇനി അടുത്ത മറ്റൊരു കപ്പാസിറ്റിയാണ് ഫങ്ഷണൽ റെസിഡ്യുവൽ കപ്പാസിറ്റി. ഇപ്പോൾ സാധാരണ റെസ്റ്റിംഗ് സ്റ്റേജിലിരിക്കുന്ന ആളിൻ്റെ ലങ്സിൽ എത്ര വോളിയം എയർ അവശേഷിക്കുന്നു എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ നമ്മൾ കൂട്ടണം? എക്സ്പിറേറ്ററി റിസർവ് വോളിയം കൂട്ടണം, റെസിഡ്യുവൽ വോളിയം കൂടെ കൂട്ടണം, ദാറ്റ് ഈസ് ERV പ്ലസ് RV. അതാണ് അയാളുടെ ലങ്ങിൻ്റെ കപ്പാസിറ്റി. ഫങ്ഷണൽ റെസിഡ്യുവൽ കപ്പാസിറ്റി, എത്ര എയർ അയാൾ റെസ്റ്റിംഗ് സ്റ്റേജിലിരിക്കുന്ന ഒരാളിൻ്റെ ലങ്സിലുണ്ടാകും, അതാണ് ഫങ്ഷണൽ റെസിഡ്യുവൽ കപ്പാസിറ്റി. അപ്പോൾ ആ ഒരു കപ്പാസിറ്റി അളക്കുമ്പോൾ നമ്മൾ ഏതൊക്കെ എയറാണ് നോക്കേണ്ടത്? എക്സ്പിറേറ്ററി റിസർവ് വോളിയം നോക്കണം, റെസിഡ്യുവൽ വോളിയം നോക്കണം. ഇനി ഒരാളിൻ്റെ വൈറ്റൽ കപ്പാസിറ്റി. അപ്പോൾ വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് അയാൾ ശക്തിയായിട്ട് ശ്വാസം അകത്തേക്ക് എടുത്തിട്ട് പുറത്തേക്ക് വിടാൻ പറ്റുന്ന എയറിൻ്റെ അളവ്, അല്ലെങ്കിൽ ശക്തിയായിട്ട് ശ്വാസം പുറത്തേക്ക് വിട്ടിട്ട് അകത്തേക്ക് എടുക്കാൻ പറ്റുന്ന എയറിൻ്റെ അളവ്, അതാണ് വൈറ്റൽ കപ്പാസിറ്റി. അപ്പോൾ ആ കപ്പാസിറ്റി നമ്മൾ എങ്ങനെ മെഷർ ചെയ്യും? അപ്പോൾ നോർമലായിട്ട് ഇരിക്കുന്ന ആൾ പുറത്തേക്ക് വിടുന്ന എയർ എന്ന് പറയുന്നത് ടൈഡൽ വോളിയം, അല്ലെങ്കിൽ അകത്തേക്ക് എടുക്കുന്ന എയർ എന്ന് പറയുന്നത് ടൈഡൽ വോളിയം. അയാൾ ശക്തിയായിട്ട് ശ്വാസം പുറത്തേക്ക് വിട്ട് കഴിയുമ്പോൾ ഏത് എയർ പുറത്തേക്ക് പോകും? എക്സ്പിറേറ്ററി റിസർവ് വോളിയം പുറത്തേക്ക് പോകും. എന്നിട്ട് അയാൾ ശക്തിയായിട്ട് ശ്വാസം അകത്തേക്ക് എടുക്കുകയാണെങ്കിൽ ഏതൊക്കെ എയർ അകത്തേക്ക് കയറും? നോർമലായിട്ട് കയറുന്ന അളവ് ടൈഡൽ വോളിയം. ഇനി ശക്തിയായിട്ട് പുറത്തേക്ക് വിട്ടു, അപ്പോൾ ഇതെന്താണ്? എക്സ്പിറേറ്ററി റിസർവ് വോളിയം കയറും. ഇനി ശക്തിയായിട്ട് അകത്തേക്ക് എടുത്തു, അപ്പോൾ ഏത് കയറും? ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം കയറും. അപ്പോൾ വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് ടൈഡൽ വോളിയം പ്ലസ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം പ്ലസ് എക്സ്പിറേറ്ററി റിസർവ് വോളിയം. മനസ്സിലാക്കുക, വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? നോർമലായിട്ടിരിക്കുന്ന ഒരാൾ ശക്തിയായിട്ട് ശ്വാസം പുറത്തേക്ക് വിടുന്നു, അതിനുശേഷം ശക്തിയായിട്ട് ശ്വാസം അകത്തേക്ക് എടുക്കുന്നു. അപ്പോൾ ഏതൊക്കെ വോളിയംസ് ഓഫ് എയർ ആണ് അകത്തേക്ക് കയറുന്നത് എന്നതിനെ നോക്കി അതിനെ പ്ലസ് ചെയ്ത് കിട്ടുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് അയാളുടെ വൈറ്റൽ കപ്പാസിറ്റി. ഒരാളുടെ വൈറ്റൽ കപ്പാസിറ്റി അളക്കണമെന്നെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം അയാളോട് ശക്തിയായിട്ട് ശ്വാസം പുറത്തേക്ക് വിടാൻ പറയണം. എന്നിട്ട് എന്ത് ചെയ്യണം? ശക്തിയായിട്ട് ശ്വാസം അകത്തേക്ക് എടുക്കാൻ പറയണം. അപ്പോൾ ശക്തിയായിട്ട് ശ്വാസം പുറത്തേക്ക് വിട്ടപ്പോൾ എക്സ്പിറേറ്ററി റിസർവ് വോളിയമായി. ഇനി ശക്തിയായിട്ട് ശ്വാസം അകത്തേക്ക് എടുക്കുമ്പോൾ ടൈഡൽ വോളിയവും കയറും, അതുപോലെ ഇൻസ്പിറേറ്ററി റിസർവ് വോളിയവും കയറും. അത് മൂന്നും കൂടെ കൂട്ടുമ്പോൾ എന്ത് കിട്ടും? അയാളുടെ വൈറ്റൽ കപ്പാസിറ്റി കിട്ടും. ഇനി അയാളുടെ ടോട്ടൽ ലങ് കപ്പാസിറ്റി നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ അത് നമുക്ക് നേരത്തെ മനസ്സിലാക്കിയ വസ്തുതയാണ് അല്ലേ? വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ ഇത് മൂന്നും കൂടെ ചേരുന്നതാണ് വൈറ്റൽ കപ്പാസിറ്റി. ഇനി ഒരു ആളിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എത്ര ഫോഴ്സ് കൊടുത്താലും പുറത്തേക്ക് കളയാൻ പറ്റാത്ത എയർ ഉണ്ട്, അതാണ് റെസിഡ്യുവൽ വോളിയം. അപ്പോൾ വൈറ്റൽ കപ്പാസിറ്റിയുടെ കൂടെ റെസിഡ്യുവൽ വോളിയം കൂടെ ചേർത്താൽ അയാളുടെ ടോട്ടൽ ലങ് കപ്പാസിറ്റി കിട്ടും. അയാളുടെ ലങ്സിന് എത്ര കപ്പാസിറ്റി എയർ, എത്ര വോളിയം ഓഫ് എയർ അയാളുടെ ലങ്സിൽ ഉൾക്കൊള്ളാൻ പറ്റും എന്നതിൻ്റെ കപ്പാസിറ്റി കിട്ടും. ആ കപ്പാസിറ്റി കിട്ടണമെങ്കിൽ വൈറ്റൽ കപ്പാസിറ്റി പ്ലസ് റെസിഡ്യുവൽ വോളിയം. നമുക്കൊന്ന് നോക്കാം. ആദ്യം ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി. ടോട്ടൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ ആഫ്റ്റർ എ നോർമൽ എക്സ്പിറേഷൻ. ടോട്ടൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ ആഫ്റ്റർ എ നോർമൽ എക്സ്പിറേഷൻ. നോർമലായിട്ട് എക്സ്പയർ ചെയ്തിട്ട് അകത്തേക്ക് എടുക്കാൻ പറ്റുന്ന എയറിൻ്റെ അളവ്.
that is inspiratory capacity. This includes tidal volume and inspiratory reserve volume. So, inspiratory capacity is TV plus IRV. TV യും IRV യും കൂടെ ചേരുന്നതാണ് inspiratory capacity. ഇനി expiratory capacity എന്ന് പറയുന്നത് total volume of air a person can expire after a normal inspiration. Total volume of air a person can expire, പുറത്തേക്ക് വിടാൻ പറ്റുന്നത് after a normal inspiration. നോർമലായിട്ട് ഇൻസ്പയർ ചെയ്തിട്ട്, നോർമലായിട്ട് ഇൻസ്പയർ ചെയ്യുമ്പോൾ അകത്തേക്ക് കിടക്കുന്നത് TV, tidal volume. ഇനി അടുത്ത് അകത്തേക്ക് പുറത്തേക്ക് വിടുന്ന എയറിൻ്റെ അളവ് expiratory reserve volume, that is ERV. So, expiratory capacity is equal to TV plus ERV. This includes tidal volume and expiratory reserve volume. Functional residual capacity, volume of air that will remain in the lungs after a normal expiration. ഇപ്പോൾ നോർമലായിട്ട് എക്സ്പയർ ചെയ്ത് കഴിയുമ്പോൾ അയാളുടെ ലങ്സിൽ ഏതൊക്കെ എയർ അവശേഷിക്കും എന്ന് ചോദിച്ചാൽ ഏതൊക്കെ എയർ അവശേഷിക്കും? എക്സ്പിറേറ്ററി റിസർവ് വോളിയം അവശേഷിക്കും, റെസിഡ്യൂവൽ വോളിയം അവശേഷിക്കും. നോർമലായിട്ട് വരുന്നത് TV. അപ്പോൾ ദിസ് ഇൻക്ലൂഡ്സ് ഫങ്ഷണൽ റെസിഡ്യൂവൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് ERV പ്ലസ് RV. ERV പ്ലസ് RV. ഇനി വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞു? ദ മാക്സിമം വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ബ്രീത്ത് ഇൻ ആഫ്റ്റർ എ ഫോഴ്സ്ഡ് എക്സ്പിറേഷൻ. മാക്സിമം വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ബ്രീത്ത് ഇൻ, അകത്തേക്ക് എടുക്കാൻ പറ്റുന്നത് മാക്സിമം, ആഫ്റ്റർ എന്തിനു ശേഷം? എ ഫോഴ്സ്ഡ് എക്സ്പിറേഷൻ, ശക്തിയായിട്ട് ശ്വാസം പുറത്തേക്ക് വിട്ടതിന് ശേഷം അകത്തേക്ക് എടുക്കാൻ പറ്റുന്ന മാക്സിമം എയറിൻ്റെ അളവ്. ഇത് ഏതൊക്കെ ചേർന്നതാണ്? ERV, TV ആൻഡ് IRV. ERV, TV, IRV ഇത് മൂന്നും ചേർന്നതാണ്. റെസിഡ്യൂവൽ വോളിയം നമുക്ക് പുറത്തേക്ക് കളയാൻ പറ്റുന്നതല്ല, ഇത് പുറത്തേക്ക് കളയുന്നത് ERV. ഇനി അടുത്ത് അകത്തേക്ക് എടുക്കുന്നത് TV യും IRV യും. ഇത് മൂന്നും കൂടെ ചേരുമ്പോൾ എന്തായി? അയാളുടെ ലങ്സിൻ്റെ വൈറ്റൽ കപ്പാസിറ്റി ആയി. വൈറ്റൽ കപ്പാസിറ്റി ഈസ് ഈക്വൽ ടു TV പ്ലസ് IRV പ്ലസ് ERV. TV പ്ലസ് IRV പ്ലസ് ERV ഇത് മൂന്നും കൂടെ ചേരുമ്പോഴാണ് വൈറ്റൽ കപ്പാസിറ്റി ആയിട്ട് മാറുന്നത്. ഇനി ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ എന്ത് പറഞ്ഞു? ഈ വൈറ്റൽ കപ്പാസിറ്റിയുടെ കൂടെ എന്തുകൂടെ ചേരണം? റെസിഡ്യൂവൽ വോളിയം കൂടെ ചേരണം. ദാറ്റ് ഈസ് ടോട്ടൽ ലങ് കപ്പാസിറ്റി. അയാളുടെ ലങ്സിൽ എത്ര വോളിയം ഓഫ് എയർ കൊള്ളും, അതാണ് TLC. TLC ഈസ് ഈക്വൽ ടു VC പ്ലസ് RV. VC പ്ലസ് വൈറ്റൽ കപ്പാസിറ്റി പ്ലസ് റെസിഡ്യൂവൽ വോളിയം ഇതും കൂടെ ചേരുമ്പോൾ എന്തായി? TLC ആയി, ടോട്ടൽ ലങ് കപ്പാസിറ്റി ആയി. For video lessons, please subscribe TLP's biology classes. Thank you.